അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തിബ്ബിൽ ഖുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ മർഹബ മർഹബ. പ്രിയമുള്ളവരെ, ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആനിലെ 2-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 136, 137 എന്നിങ്ങനെ 2 ആയത്തുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖൂലൂ ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില ഇലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയഅഖൂബ വല്ലസ്ബാത്തി വമാ ഊതിയ മൂസാ വഈസാ വമാ ഊതിയ നബിയ്യൂന മിർ റബ്ബിഹിം ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും വനഹ്നു ലഹു മുസ്ലിമൂൻ. ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ വഇൻ തവല്ലൗ ഫഇന്നമാ ഹും ഫീ ശിഖാഖ് ഫസയക്ഫീകഹുമുല്ലാഹു വഹുവസ് സമീഉൽ അലീം. സദഖല്ലാഹുൽ അലീം. അർഹമുറാഹിമായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തുപോയ ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട് റഹ്മാനേ. നീ ഞങ്ങൾക്കെല്ലാവർക്കും വിട്ടുപുറത്തു മാപ്പാക്കി തരണേ അല്ലാഹുവേ. ഞങ്ങൾക്ക് ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സു നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. അവരോട് നീ കരുണ കാണിക്കണേ അല്ലാഹ്. ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് കാലം നന്മകൾ ചെയ്ത് മുന്നേറാൻ നീ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു പറയുകയാണ്, ഖൂലൂ, നിങ്ങൾ അഥവാ മുസ്ലിമീങ്ങൾ അവരോട് പറയുക. ആരോടാണെന്നറിയുമോ? യഹൂദരോടും ക്രിസ്ത്യാനികളോടും മുസ്ലിമീങ്ങളെ നിങ്ങൾ പറയണം കേട്ടോ. ആമന്നാ ബില്ലാഹി, അല്ലാഹുവിനെ കൊണ്ട് ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു. മാത്രവുമല്ല, വമാ ഉൻസില ഇലൈനാ, അല്ലാഹുവിങ്കൽ നിന്ന് ഞങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. മാത്രവുമല്ല, വമാ ഉൻസില ഇലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയാഖൂബ വല്ലസ്ബാത്തി, അപ്രകാരം തന്നെ ഇബ്രാഹീം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് അലൈഹിസ്സലാം, യാക്കൂബ് അലൈഹിസ്സലാം എന്നിവർക്കും യാക്കൂബിൻ്റെ സന്തതികൾക്കും അവതരിപ്പിച്ചു കൊടുത്തതിലും ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു. മാത്രവുമല്ല, വമാ ഊതിയ മൂസാ വഈസാ, മൂസാ നബി അലൈഹിസ്സലാമയ്ക്കും ഈസാ നബി അലൈഹിസ്സലാമയ്ക്കും എന്നിവർക്ക് നൽകപ്പെട്ട സന്ദേശങ്ങളിലും ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു. മാത്രവുമല്ല, വമാ ഊതിയ നബിയ്യൂന മിർ റബ്ബിഹിം, സർവ്വ പ്രവാചകന്മാർക്കും അല്ലാഹുവിങ്കിൽ നിന്നും നൽകപ്പെട്ട സന്ദേശങ്ങളിലും ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു. മാത്രവുമല്ല, ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും, അവരിലാർക്കിടയിലും യാതൊരു വ്യത്യാസവും ഞങ്ങൾ കൽപ്പിക്കുന്നില്ല. മാത്രവുമല്ല, വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അല്ലാഹുവിനെ മാത്രം അനുസരിച്ച്
കീഴടങ്ങിയിരിക്കുന്നവരാകുന്നു. അടുത്ത ആയത്ത് ഫൈൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദ. മുസ്ലിങ്ങളോട് അല്ലാഹു പറയുകയാണ്, നിങ്ങൾ ഈ വിശ്വസിച്ചതുപോലെ യഹൂദികളും നസറാക്കളും വിശ്വസിച്ചിരുന്നാൽ അവർ നേർമാർഗത്തിലായി കഴിഞ്ഞു കേട്ടോ. നമ്മൾ മുസ്ലിമങ്ങൾ വിശ്വസിക്കുന്നത് പോലെ യഹൂദരും നസറാക്കളും അതുപോലെ ബഹുദൈവ ആരാധകരും വിശ്വസിച്ചിരുന്നു എങ്കിൽ അവർ നേർമാർഗത്തിലായി കഴിഞ്ഞേനെ. വൈൻ തവല്ലൗ ഫഇന്നമാ ഹും ഫീ ശിഖാഖ്. അവർ പിന്തിരിഞ്ഞ് കളയുകയാണെങ്കിലോ അവരുടെ നിലപാട് കക്ഷി മാത്സര്യം മാത്രമാകുന്നു. ഫസയക്ഫീകഹുമുല്ലാഹു. അവരുടെ ദ്രോഹം തടയാൻ നബിയേ അങ്ങേക്ക് ഞാൻ മതിയാകുന്നതാണ്. മാത്രവുമല്ല സത്യവിശ്വാസികൾക്കും വഹുവസ് സമീഉൽ അലീം. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമത്രേ. ഇനി ആലാപനത്തിലേക്ക് പോകാം വിശദീകരണത്തിനായി ഇൻഷാ അല്ലാഹ്. അല്ലാഹു നബിയെയും മുസ്ലിങ്ങളെല്ലാരെയും ഉപദേശം കൊണ്ടാകെ അല്ലാഹു ഉണർത്തുന്നു. അല്ലാഹ് പറയുന്നു, താഹാ നബിയോരിൽ അവരെ ഉണർത്തേണം, വേദക്കാർ അവരെയും അവരുമേയാകെയും ബഹുദൈവ വിശ്വാസം കൊണ്ട് നടക്കുന്നു, അതിനാൽ ഉണർത്തേണം. എന്താണ് അവരോട് പറയാനും ഉള്ളത്? ഞാനും പറയാമേ നബിയാരെ കേൾക്കണേ. നബിയെ പറയണം, ഞങ്ങൾ ആരുമേ ഒരു പുതിയ പാർട്ടിയോ പ്രസ്ഥാനവുമല്ലല്ലോ. ഒരു പുതിയ പാർട്ടിയും ഒരു പുതിയ പ്രസ്ഥാനവും ദുനിയാവിൽ ഞങ്ങൾ ഉണ്ടാക്കലില്ലല്ലോ. നബിയും പറയുന്നു, അവരോട് തന്നാണ് ലോകത്ത് വന്നുള്ള ദൂതര് എല്ലാരും. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും മറ്റു മുസ്ലിമീങ്ങളോടും ഉപദേശിക്കുകയാണ്, അല്ല നബിയേ, യഹൂദരും ക്രിസ്ത്യാനികളും അവർ ബഹുദൈവ വിശ്വാസികളായിക്കൊണ്ട് അവരിതാ മോശം ജീവിതത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് നബിയേ, അവരെ ഒന്ന് ഉണർത്തണം കേട്ടോ, അവരോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം നബിയേ. ഈ ഇസ്ലാം മതം ഒരു പാർട്ടി മതമോ ഒരു പാർട്ടി പ്രസ്ഥാനമോ അല്ല എന്നും പൂർവപിതാക്കളായ നിങ്ങളുടെയും ഞങ്ങളുടെയുമൊക്കെ പൂർവപിതാക്കളും ലോകത്ത് വന്നിട്ടുള്ള എല്ലാ പ്രവാചകന്മാരെയും പിൻപറ്റുന്ന ഒരു മതവും കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരണം എന്ന് നബിയേ ആ ക്രിസ്ത്യാനികളോടും യഹൂദരോടും പറയണം കേട്ടോ എന്ന് അല്ലാഹു ഇവിടെ ഈ ആയത്തിൽ കൂടി ഉണർത്തുകയാണ്. ഒരു പുതിയ പാർട്ടിയും ഒരു പുതിയ പ്രസ്ഥാനവും ദുനിയാവിൽ ഞങ്ങൾ ഉണ്ടാക്കലില്ലല്ലോ. നബിയും പറയുന്നു, അവരോട് തന്നാണ് ലോകത്ത് വന്നുള്ള ദൂതര് എല്ലാരും. നിങ്ങളെ പൂർവീകർ പൂർവപിതാക്കളും അവർക്ക് ലഭിച്ചതും കിട്ടിയ സന്ദേശം നിങ്ങൾക്ക് ദൂതരും തന്നുള്ള സന്ദേശം അല്ലാത്ത സന്ദേശം ഒക്കെയാ ഞങ്ങളും.
പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ യഹൂദരോടും നസ്രാക്കളോടും പറയുകയാണ്, ഞങ്ങളൊരു പുതിയ പാർട്ടി മതമുണ്ടാക്കുന്നതല്ല, ഞങ്ങളൊരു പുതിയ പാർട്ടി പ്രസ്ഥാനമുണ്ടാക്കുന്നതല്ല, നമ്മളിതാ ദീനുൽ ഇസ്ലാമിനാണ്, നമ്മളിതാ ദീനുൽ ഇസ്ലാം മതത്തെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അത് നമ്മളുണ്ടാക്കിയതല്ല. ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറയുകയാണ്, ലോകത്ത് വന്നിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും നിങ്ങളുടെ പൂർവീകരും നിങ്ങളുടെ പിതാക്കളും അവർക്ക് ലഭിച്ചതായ സന്ദേശങ്ങളും കിട്ടിയതായ പ്രസ്താവനകളും നിങ്ങളുടെ പ്രവാചകന്മാർ തന്നുള്ള സന്ദേശങ്ങളും അല്ലാത്ത സന്ദേശങ്ങളും ഒക്കെയാണ് ഞങ്ങൾ പിൻപറ്റുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരണം കേട്ടോ, ഇതൊരു പുതിയ പാർട്ടി മതമല്ല എന്നവരോട് പറഞ്ഞു കൊടുക്കുകയാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ. അതുപോലെ അല്ലാഹുവിൻ്റെ എല്ലാ കാലമേയും ദൂതരെയെല്ലാരെയും ഞങ്ങൾ പിൻപറ്റി, ദൂതരെയെല്ലാരെയും ഞങ്ങളും ഒരുപോലെ കാണുന്നു, വ്യത്യാസമില്ലാതെ ദൂതന്മാരെല്ലാവരും കൊണ്ടായി വന്നതും ഒക്കെയും ഞങ്ങൾ വിശ്വാസം അർപ്പിച്ചേ. അതുപോലെ അള്ളാഹുവിൻ്റെ കലാമും എല്ലാ ദൂതരും കൊണ്ടുവന്ന ആശയങ്ങളും ആശീർവാദങ്ങളുമാണ് ഞങ്ങൾ പിൻപറ്റുന്നത്, മുസ്ലിമീങ്ങൾ പിൻപറ്റുന്നത്. അതുകൊണ്ട് ഓ ക്രിസ്ത്യാനികളെ, ഓ യഹൂദരെ, നിങ്ങൾ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരണം കേട്ടോ. മാത്രവുമല്ല, ഞങ്ങൾ എല്ലാ പ്രവാചകന്മാരെയും ഒരുപോലെ അംഗീകരിക്കുകയും ഒരുപോലെ അനുസരിക്കുകയും ഒരുപോലെ അവരുടെ വാക്കുകൾ ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളെപ്പോലെ വേറെ വ്യത്യാസം ഞങ്ങൾ കാണിക്കുന്നില്ല കേട്ടോ. എല്ലാ പ്രവാചകന്മാരും കൊണ്ടുവന്നതായ എല്ലാ പ്രമാണങ്ങളും ഞങ്ങൾ ഒന്നടങ്കം വിശ്വസിച്ചിരിക്കുകയും അതിലെല്ലാം ഞങ്ങൾ അർപ്പിച്ചിരിക്കുകയും ചെയ്യുകയാണ്. യഹൂദരേ, എൻ്റെ ക്രിസ്ത്യാനികളെ, നിങ്ങളെപ്പോലെയല്ല ഞങ്ങൾ. അതുകൊണ്ട് നിങ്ങളും ഞങ്ങളിൽ വരണം, നിങ്ങൾ ഞങ്ങളുടെ മതത്തിലേക്ക് വരണമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറയുകയാണ്. അതുകൊണ്ട് നിങ്ങളും ഞങ്ങളിൽ വരവേണം, ദീനുൽ ഇസ്ലാം മതത്തിൽ വരവേണം. എല്ലാവരും വന്നോളൂ, ഹക്കായ ദീനിലും ദീനുൽ ഇസ്ലാമിലും. ഈയുള്ള വാക്കുകൾ അല്ലാഹു നബിയോട് അവരോട് പറയുവാൻ കൽപ്പിച്ചതാണല്ലോ. ആരുടെ ദ്രോഹവും തടയാൻ നബിയാരെ, അങ്ങേക്ക് അല്ലാഹു മതിയേ നബിയാരെ. ഇതുപോലെ തന്നെയാ എല്ലാ മുസൽമാനും, അല്ലാഹു മതിയല്ലോ. ഇതിൻ്റെ അവസാനമായി അല്ലാഹു പ്രവാചകനോട് പറയുകയാണ്, ഓ നബിയേ, അങ്ങക്ക് ആരുടെയും ഉപദ്രവം ഏൽക്കുകയില്ല നബിയേ. അങ്ങക്ക് അല്ലാഹു കൂടെയുണ്ട്, അങ്ങക്ക് അല്ലാഹു മാത്രം മതി നബിയേ. അതുപോലെ എല്ലാ മുസ്ലിമീങ്ങൾക്കും അല്ലാഹു മതി കേട്ടോ നബിയേ എന്ന് മുസ്ലിമീങ്ങളോടും പറഞ്ഞു കൊടുക്കണേ. അവർക്കെല്ലാവർക്കും അല്ലാഹു മതി കേട്ടോ, അവർക്കെല്ലാവർക്കും അല്ലാഹു മതിയാവുന്നതാണ്. എല്ലാമേ അല്ലാഹ്വിൻ അർപ്പിച്ച്, എല്ലാമേ അല്ലാഹ്വിൻ അർപ്പിക്കൂ മുസ്ലിമേ. അല്ലാഹ്വിൻ കാവല് നിങ്ങൾക്ക് എന്നെന്നും കിട്ടുമേ എന്നെന്നും. ആദിപേരിയോനെ അറിഷിൻ്റെ ഉടയോനെ, എന്നെന്നും ഞങ്ങളെ കാക്ക് പേരിയോനെ.
ആദിപേരിയോനെ അറിഷിൻ്റെ ഉടയോനെ എന്നെന്നും ഞങ്ങളെ കാക്ക് പേരിയോനെ എല്ലാ ബാലാരോകൾ എല്ലാ മുസീബത്തും എന്നെന്നും മാറ്റേണേ യാദൽ ജലാലേ നീ എല്ലാ ബാലാരോകൾ എല്ലാ മുസീബത്തും എന്നെന്നും മാറ്റേണേ യാദൽ ജലാലേ നീ ആഖിറം നാളിലെ തുണയേക് ഹന്നാനെ ദുനിയാവും ആഖിറവും വിജയം താ റഹ്മാനെ ആഖിറം നാളിലെ തുണയേക് ഹന്നാനെ ദുനിയാവും ആഖിറവും വിജയം താ റഹ്മാനെ അർശിൻ്റെ തണലേകി കാക്ക് പേരിയോനെ പാലം സിറാത്തീനെ വേഗം കടത്തിക്ക് അർശിൻ്റെ തണലേകി കാക്ക് പേരിയോനെ പാലം സിറാത്തീനെ വേഗം കടത്തിക്ക് മഹ്ശറവൻ സഫ ഹിസാബൊന്നും ഇല്ലാതെ കൂട്ട് സുബർക്കത്തിൽ നീയും കടത്തല്ലാ മഹ്ശറവൻ സഫ ഹിസാബൊന്നും ഇല്ലാതെ കൂട്ട് സുബർക്കത്തിൽ നീയും കടത്തല്ലാ. ഒരുപാട് പേര് മക്കളുടെ ശല്യം സഹിക്കവയ്യാതെ ദുആ ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് വിളിച്ചു പറയും. ഇത്രയും മക്കളെ കൊണ്ട് ബുദ്ധിമുട്ട് ആയിട്ടായിരിക്കും അവരെല്ലാം രഹസ്യമായിട്ട് വിളിച്ചു പറയുന്നത്, ഉസ്താദെ ഒന്ന് ദുആ ചെയ്യും. അല്ലാഹുവേ, മക്കളെ കൊണ്ട് ദുരിതമനുഭവിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും അവരുടെ ഷർറുകളെ തൊട്ട് നീ അവരെ എല്ലാം കാത്ത് രക്ഷിക്കുകയും ആ മാതാപിതാക്കൾക്ക് സുഖവും സുന്ദരവുമായ ഒരു ജീവിതവും ബർക്കത്തും കൊടുത്ത് നീ അവരെ അനുഗ്രഹിക്കുന്നത്. ആരെയും മക്കളെ ആശ്രയിച്ച് കഴിയേണ്ട ഒരു ജീവിതം അല്ലാഹുവേ നീ ആർക്കും കൊടുക്കരുത്. ഇന്നമാ അംവാലുക്കും വഅൗലാദുക്കുമിൽ ഫിത്ന എന്നാണ്. നിശ്ചയമായും സമ്പത്തും സന്താനങ്ങളും ഫിത്നയാണ്, നാശമാണ് എന്ന് അല്ലാഹു പറയുക. അതുകൊണ്ട് ആരും, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നു എങ്കിൽ ആരും അത് പ്രയാസപ്പെടേണ്ട കാര്യമില്ല. അല്ലാഹു പറഞ്ഞതാണ്, സന്താനവും സമ്പത്തും നാശമാണ്, നാശമാണ്, നാശമാണ്. അതുപോലെ നമ്മൾ അല്ലാഹുവിനെ മുന്നിട്ട് ജീവിക്കുക, മക്കളെ എന്നും ആശ്രയിക്കാതെ. ഇനിയുള്ള കാലം വലിയ പ്രശ്നമാണ്. കഞ്ചാവിനും ഗിഞ്ചാവിനും ഒക്കെ അടിമയാണ്. 12 വയസ്സ് മുതൽ തുടങ്ങുവന്മാർ കള്ളു കുടിക്കാനും ആവശ്യമില്ലാത്ത പരും. അതുകൊണ്ട് മക്കളെ ഇന്ന് നമ്മളിനി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് എല്ലാവരും അല്ലാഹുവിലേക്ക് മടങ്ങുക. ഉള്ള സമയം അല്ലാഹുവിന് വേണ്ടി നമ്മൾ പണിയെടുക്കുക. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ربنا رب ارحمهما كما ربياني صغيرا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അതുപോലെ ഒരു പിതാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, എൻ്റെ മകനെ കൊണ്ട് ഞാൻ സഹികെട്ടിരിക്കുകയാണ്. ഭാര്യയും മകനും ഒന്നായി. ഇത്രയും നാൾ വളർത്തിയ തന്ത വളരെ കഷ്ടപ്പെട്ട് ദുഃഖത്തിലാണ്. ഉമ്മായും മകനും ഒന്നായി അദ്ദേഹത്തിനെ ഉപദ്രവിക്കുകയാണ് എന്നൊക്കെയാണ് വിളിച്ചു പറയുന്നത്. എന്താണ് ഈ കാലഘട്ടം? അല്ലോ, വല്ലാത്ത കാലഘട്ടമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങളാരും വിഷമിക്കേണ്ട. എല്ലാവരും അല്ലാഹുവിലേക്ക് കാര്യങ്ങൾ അർപ്പിക്കൂ. ചെറിയൊരു സുഖക്കേടുണ്ട് എനിക്ക്, അതുകൊണ്ടാണ് ഈ സംസാരത്തിൽ വളരെ ബുദ്ധിമുട്ട്. അല്ലാഹു എല്ലാവിധ ഖൈറും ബർക്കത്തും നമുക്ക് എല്ലാവർക്കും ചൊരിഞ്ഞു തരുമാറാകട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അൻബിയാഇ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, ആൺമക്കളുള്ളവർ സൂക്ഷിക്കുക. നമ്മൾ അല്ലാഹുവിലേക്ക് കാര്യങ്ങൾ അർപ്പിക്കുക. നന്നാവട്ടെ. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ് നാളെ കാണാം.